ഇടുക്കി തോപ്രാംകുടിയിൽ സംഘം ചേർന്ന യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു. ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ദൃശ്യങ്ങളിലേക്ക്. ആൽവിൻ തോമസിന്റെ വിവരങ്ങളുമായിട്ട്. ആൽവിൻ, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഒരാളെ സംഘം ചേർന്ന് അങ്ങ് ആക്രമിച്ചങ്ങ് അങ്ങേ അറ്റമാക്കിയിട്ടുണ്ട്. അതും കമ്പും മറ്റെന്തൊക്കെയോ ആയുധങ്ങളൊക്കെ കൊണ്ടാണ് ഉപയോഗിക്കുന്നതും. ഇതെന്താണ് ഈ ആക്രമണത്തിന്റെ പ്രകോപനമായ കാരണം? എന്താണ്? ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവാവിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ ഞായറാഴ്ച രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തോപ്രാംകുടിയിലെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഉണ്ടായ തർക്കമാണ്. നമുക്ക് മറ്റൊരു ദൃശ്യവും അതിനുണ്ട്. മൊബൈൽ ദൃശ്യത്തിൽ അതാണ്, ആ തർക്കമാണ് ഉള്ളത്. ആ തർക്കത്തെ തുടർന്ന് ഈ വിജേഷ് എന്ന ഈ തോപ്രാംകുടി സ്വദേശിയുമായി മറ്റൊരു സംഘം തർക്കത്തിൽ ഏർപ്പെടുന്നു. പിന്നീട് വലിയ കൊലവിളികൾ അവിടെ നടത്തുന്നുണ്ട്. അതിനുശേഷം തോപ്രാംകുടി ടൗണിൽ വെച്ച് പിന്നീട് രാത്രി വൈകിയാണ് ഈ വിജേഷ് വർഗീസിനെ ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുന്നത്. അതിക്രൂരമായ മർദ്ദനമാണ് വിജേഷിനെതിരെ അവർ നടത്തിയത്. ഇരുമ്പ് വടികളും കമ്പി വടികളും ഒക്കെയുമായി ക്രൂരമായ മർദ്ദനമാണ് നടത്തിയത്. ഈ വിജേഷും ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 8-9 പേരടങ്ങുന്ന സംഘമാണ് ഈ വിജേഷിനെ ക്രൂരമായി മർദ്ദിച്ചത്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ വ്യക്തമാണ്. മർദ്ദിച്ച് വിജേഷിനെ തലക്കടിച്ചും കണ്ണിന് പരിക്കേൽപ്പിച്ചും വിജേഷ് നിലത്ത് കിടക്കുകയാണ്. റോഡിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണാം. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ വന്നപ്പോഴാണ് ഈ അക്രമി സംഘം അവിടെ നിന്ന് മാറുന്നത്. പിന്നീട് ഈ അക്രമി സംഘം എറണാകുളത്തേക്ക് മുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഇവരെ ഇന്നലെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. 8 പേരെ ഇപ്പോൾ മുരിക്കാശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വിജേഷ് വർഗീസിന് ഗുരുതരമായ പരിക്കാണ് ഏറ്റിട്ടുള്ളത്. മുമ്പും ഇവർ തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട് എന്ന തരത്തിലാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഈ പ്രതികളായിട്ട് പിടികൂടിയിട്ടുള്ള ഈ 8 പേരെന്ന് പറയുന്നത് മുൻപും പല സംഭവങ്ങളിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. തോപ്രാംകുടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ വിജീഷിന്റെ കണ്ണിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.